23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 32 വയസ്സ്, വീഡിയോ ഗെയിം ഇതെല്ലാം കളിച്ച് വേറൊന്നുമില്ല, ഇങ്ങനെ തിന്നുക, KFC അതൊക്കെ തിന്നുക. ഇത് വലിയൊരു ബോൾ പോലെ വീർത്ത്, എക്സസൈസ് ഇല്ല, നടത്തമില്ല, ഒന്നുമില്ലാതെ മുറികൾക്കകത്തിരിക്കുവാണ് മന്ദബുദ്ധികളെ പോലെ. സാത്താൻ അവിടെ ജയിക്കുകയാണ്, മാതാപിതാക്കൾ തോൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ സാത്താൻ്റെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ ഇത് ഒന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം, ഇത് ശരിയാണോ ഇത് തെറ്റാണോ. പല കുഞ്ഞുങ്ങളും അടങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നു, ഈ കളികൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ശരിക്കും ഡീമണൈസ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടും. ദുരാത്മാവിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ ക്യാരക്ടറെല്ലാം മാറി ഒരു 8, 9, 10, 12, 13 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കുട്ടിഭൂതങ്ങളായി കുറേയധികം മാതാപിതാക്കൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബ്രദറെ, മോൻ എന്ത് ഈ PUBG പോലുള്ള ഗെയിംസിന് അഡിക്റ്റായി, ഇപ്പോൾ അവൻ സംസാരിക്കുന്നില്ല, അവൻ പഠിക്കുന്നില്ല, അവനിങ്ങനെ കയറിയിരിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, രാത്രി മുഴുവൻ കളി, പകൽ കിടന്നുറക്കം, ഓടായിട്ട് പെരുമാറുന്നു. ഇതുപോലെ പല കുഞ്ഞുങ്ങളെയും ഈവിൾ ഇൻഫ്ലുവൻസ്, ഈ PUBG മാത്രമല്ല, പണ്ടൊരു സാധനം ഉണ്ടായിരുന്ന ബ്ലൂ വെയിൽ, എത്ര പിള്ളേരെ ചത്തു കളഞ്ഞു. ഇതുപോലെ കുഞ്ഞുങ്ങളെ നോട്ടമിടുന്ന പലതുകൊണ്ട് മാതാപിതാക്കളുടെ വലിയൊരു കൺസേൺ ആണ് ഈ കാലത്ത്. ചെറുപ്പത്തിലേ തന്നെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക, അവരുടെ ഭാവി മുരടിപ്പിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. അവസാനം വരെ ഈ എപ്പിസോഡ് കാണുക. ആർ യു റെഡി? ഒരു കുഞ്ഞ് ജനിച്ചു വീണു. ഒരു ഹോസ്പിറ്റൽ മെറ്റേണിറ്റി വാർഡിൽ കുഞ്ഞ് ജനിച്ചു വീണു. ആ നിമിഷം മുതൽ സാത്താനൊരാഗ്രഹമുണ്ട്, ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടി വളർത്തണം. മതപശ്ചാത്തലം എന്തുമാകട്ടെ, മാതാപിതാക്കൾ ആരുമാകട്ടെ, ഐ വാണ്ട് ദാറ്റ് ബേബി. സാത്താൻ്റെ ഒരാഗ്രഹമാണ്. ദൈവത്തിനൊരാഗ്രഹമുണ്ട്, എൻ്റെ കുഞ്ഞാണ്, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കപ്പെട്ട കുഞ്ഞാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ ആ കുഞ്ഞിനെ എനിക്ക് വേണ്ടി വളർത്തിയെടുക്കണം. സോ യു സീ ദ കോൺഫ്ലിക്റ്റ്, യു സീ ദ ക്ലെയിംസ്. പിശാചനാഗ്രഹം കുഞ്ഞുങ്ങളെല്ലാം തനിക്ക് കിട്ടണം, കുഞ്ഞുങ്ങളെ കൊല്ലണം, വളരാൻ അനുവദിക്കരുത്, ഭാവി ഉണ്ടാകരുത്, അഥവാ വളർന്നാൽ എല്ലാവിധ പാപവും ചെയ്ത് എൻ്റെ ആർമിയിൽ ഒരാളായിട്ട് മാറും. ഇതിനു വേണ്ടി ഡീമണൈസിങ് ഓഫ് ചിൽഡ്രൻ എന്നൊരു പ്രോജക്റ്റ് തന്നെ ഉണ്ട്. ഡീമണൈസിങ് ഓഫ് ചിൽഡ്രൻ വളരെ സ്ട്രാറ്റജിക്കായിട്ട് സാത്താന്യ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ മുതൽ ഡീമണൈസ് ചെയ്യുക, പൈശാചിക ഇൻഫ്ലുവൻസിൽ വളർത്തിയെടുക്കുക. പ്രത്യേകിച്ച് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞാണോ, കൂടുതൽ അവൻ്റെ മേൽ പിശാച് നോട്ടമിടാൻ സാധ്യതയുണ്ട്. 2 ഉദാഹരണങ്ങൾ പറയും. ഒന്ന്, മോശെ ജനിച്ച സമയത്ത് ചെറുപ്പത്തിലെ തന്നെ അവനെ കൊന്നുകളയുവാൻ ഫറവോൻ ഉത്തരവിട്ടു. യേശു ജനിച്ചപ്പോൾ തന്നെ ഹേരോദാവ് ഉത്തരവിറക്കി കൊന്നുകളയുക, ശിശുക്കളെ. അത് മുഖാന്തരം ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് ചിന്തിച്ചാൽ കഴിയുമെങ്കിൽ ഈ കുഞ്ഞ് ജനിക്കാതിരിക്കുക, അബോർട്ട് ചെയ്യുകയോ ഒരു മിസ്കാരേജിലൂടെയോ ആ ജന്മത്തെ, ജീവിതത്തെ നശിപ്പിച്ചു കളയാനും സാത്താൻ ഒരു പദ്ധതിയുണ്ട്. ജനിച്ച ഉടൻ തന്നെ കൊന്നുകളയാൻ പദ്ധതിയുണ്ട്. ജനിച്ചു അഥവാ വളർന്നുകൊണ്ടിരിക്കുക, ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ ഇപ്പോഴത്തെ ഒരു വലിയൊരു ഇൻഡസ്ട്രി, അതിൻ്റെ പുറകിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. കാർട്ടൂണുകൾ, ചിത്രകഥകൾ, കോമിക്കുകൾ, ഇതിലൂടെയെല്ലാം ഈ വിച്ച് ക്രാഫ്റ്റിൻ്റെയും ഏലിയൻസിൻ്റെയും ഡീമൺസിൻ്റെയും ഷേപ്പുകൾ ഗ്രാഫിക്സിലൂടെ, അനിമേഷനിലൂടെ കേൾക്കുന്നുണ്ടോ? അനിമേഷനിലൂടെ, പിക്ചേഴ്സിലൂടെ, ഫോട്ടോസിലൂടെ ഈ അങ്ങേ ലോകത്തു നിന്നുള്ള, പൈശാചിക ലോകത്തു നിന്നുള്ള, അന്യഗ്രഹത്തിൽ നിന്നുള്ള എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും. ഇപ്പോഴത്തെ കാർട്ടൂൺ ചാനലൊന്ന് തുറന്നു നോക്കി, നിങ്ങളുടെ കാർട്ടൂൺ ചാനലൊന്ന് തുറന്നു നോക്കി, അതിലധികവും ഇതുപോലുള്ള ഏലിയൻസിൻ്റെയും അതുപോലെ ഭീകരമായ രൂപം, കൊമ്പും മൂക്കും വാലും ഇതെല്ലാം വെച്ച് ഏത് വർഗമാണ് ഏത് ജാതിയാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ഭീഭത്സമായ രൂപം. 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അതാ കാണുന്നത്. ചോക്ലേറ്റ് നിന്നുകൊണ്ട് കാണുന്ന ഇതാണ്. പ്ലേറ്റിൽ അമ്മ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കും, ഇതങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കും, കൊച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പം നമ്മളേക്ക് ഇത് അനിമേഷൻ അല്ലേ ബ്രദർ, ഇതിലെന്ത് കുഴപ്പം? അല്ലെങ്കിൽ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുന്നു, അടങ്ങിയിരിക്കാൻ കൊച്ചു. പക്ഷേ ഇത് വെച്ച് കൊടുക്കുമ്പോൾ കൊച്ചു അവിടെ ഇരുന്നോളൂ, ഒരു 6 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നോളൂ. പിന്നെ നടക്കുന്ന ടോയ്ലറ്റ് കൊണ്ട് വെച്ചിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ മതി. സോ യു ടേക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സസ്, യു ടേക്ക് നോട്ട് ബുക്സ്, യു ടേക്ക് ടോയ്സ്. എന്തെടുത്താലും നമ്മൾ കാണുന്നത് ഒരു സാത്താന്യ ലോകത്ത് നിന്നുള്ള ഒരു രൂപങ്ങൾ, പാറ്റേൺസ്, അതിൻ്റെ ഫോംസ്, ഷേപ്സ്, ഇതെല്ലാം അതിൽ കാണാൻ കഴിയും.
ഇതാണ് ഡീമനൈസിങ് ഓഫ് അവർ ബേബീസ് ആൻഡ് ചിൽഡ്രൻ. ചെറുപ്പം മുതലേ ഒരു തലമുറയെ തനിക്ക് വേണ്ടി അങ്ങനെ തന്നെ ഒരു വലിയൊരു പ്രോജക്റ്റാണ്, പിശാചിൻ്റെ തന്ത്രമാണ്. എൻ്റെ അടുക്കൽ പല അപ്പനമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ ഹാരി പോട്ടർ നോവൽ വായിച്ച് ഓടായിട്ട് ഇപ്പോൾ പെരുമാറുന്നത്. നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോൾ ഒരു ഈവിൾ ആയിട്ട് മാറിയിരിക്കുക. പബ്ജി കളിച്ച ചിലർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുവിധം വളർന്ന കുട്ടികളാണ്. മൊബൈലിൽ പബ്ജി കളിച്ച് അവൻ്റെ ക്യാരക്ടറെ മാറി ദിവസങ്ങൾ മുറിയിൽ കയറി ഇരുന്ന് വാതിലടച്ചിരിക്കുക. ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്ത് വരും, വിളമ്പി വെച്ചാൽ കഴിക്കും, അതിനുശേഷം വീണ്ടും അത് എപ്പോഴും ഹെഡ്ഫോൺസ് ഇത് തന്നെ ഉണ്ടായിരിക്കും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പബ്ജി ഇപ്പോൾ ഇവിടെ നിരോധിച്ചെന്ന് കേൾക്കുന്നത്, പക്ഷേ വേറെ രാജ്യങ്ങളുടെ അവൈലബിൾ ആണ് പോലും. മാത്രമല്ല ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? പല രാജ്യങ്ങൾ എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾ സാത്താൻ്റെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ ഇത് മാതാപിതാക്കൾ തിരിച്ചറിയണം, ഇത് ശരിയാണോ ഇത് തെറ്റാണോ. പല കുഞ്ഞുങ്ങളും അടങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുന്നു, ഈ കളികൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ശരിക്കും ഡീമനൈസ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ കിട്ടും. ദുരാത്മാവിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ ക്യാരക്ടറെല്ലാം മാറി ഒരു 8, 9, 10, 12, 13 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കുട്ടിഭൂതങ്ങളായി അമേരിക്കൻ ഐക്യനാടുകളിൽ പല വീടുകളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പല വീടുകളിൽ ഇതുപോലെ ഓരോന്നിരിക്കുക. 23 വയസ്സ്, 27 വയസ്സ്, 29 വയസ്സ്, 32 വയസ്സ്, വീഡിയോ ഗെയിം ഇതെല്ലാം കളിച്ച് വേറൊന്നുമില്ല, ഇങ്ങനെ തിന്നുക, KFC അതൊക്കെ തിന്നുക. ഇത് വലിയൊരു ബോൾ പോലെ വീർത്ത്, എക്സസൈസ് ഇല്ല, നടത്തമില്ല, ഒന്നുമില്ലാതെ മുറികൾക്കകത്തിരിക്കുകയാണ് മന്ദബുദ്ധികളെ പോലെ. സാത്താൻ അവിടെ ജയിക്കുകയാണ്, മാതാപിതാക്കൾ തോൽക്കുകയാണ്, ദൈവസഭയും തോൽക്കുകയാണ്. അത് സമ്മതിക്കരുത്. പാരൻസ്, മാതാപിതാക്കളെ, നമ്മൾ ഉണർന്ന് നമുക്ക് ദൈവം തന്ന ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ്സ് ആയ നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവരിലൂടെ പൈശാചിക ശക്തികൾ താണ്ഡവമാടി കുടുംബങ്ങളെ തകർക്കും. എത്രയോ മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരിലാണ്. അവർ നോമ്പ് നോൽക്കുന്നു, ഉറക്കമിളച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പലതും ചെയ്യുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും ഫലിക്കാതായിരിക്കുന്നു. കൈവിട്ടു പോയ പോലുള്ള അവസ്ഥകളിലേക്ക് പലരും മെൻ്റലായി മാറി. അതിനോട് കൂടെ ചേർന്ന് ചില ഡ്രഗ്സും കൂടെ കയറും. അതോടുകൂടെ എല്ലാം തകരുകയാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തന്മാരെ പോലെ അനേക വീടുകളിലും ഭീഷണിയായി പലരും കുഞ്ഞുങ്ങൾ, യുവതലമുറ നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചെറുപ്പത്തിലേ മുതൽ ഇങ്ങനെയുള്ള പാറ്റേണുകൾ, ചിത്രങ്ങൾ, ഇൻഫ്ലുവൻസ് ഗെയിംസിലൂടെ, പലവിധ കളികളിലൂടെ, കോമിക്സിലൂടെ, നോവലുകളിലൂടെ, ഫിലിംസിലൂടെ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, വെബ്സൈറ്റിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്കൊരു വലിയ തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ്. ചില വചനങ്ങളൊന്ന് വായിക്കണം. റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് നമ്പർ 8. വെളിപ്പാട് പുസ്തകം 21:8. ഒരാൾ പണ്ട് പറഞ്ഞാണ്, ഈ ആംഗ്രി ബേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാർട്ടൂണുണ്ട്. ഈ ആംഗ്രി ബേർഡ് കണ്ടിട്ട് ഞാൻ ഒരു കാർട്ടൂണിനെയും ഗെയിമിനെയും ഇതിനെ ഒന്നും കുറ്റം പറയുമല്ല, ഉണ്ടായ അനുഭവം പറയും. ഒരു 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 യുവതി എൻ്റെ അടുത്തൊരു കൊച്ചിനെ കൊണ്ടുവന്ന് നിൽക്കുക. കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ എപ്പോഴും ആംഗ്രി ബേർഡാണ് കണ്ടോണ്ടിരിക്കും. കൊച്ചെപ്പോഴും ആംഗ്രിയാണ്. അതിൻ്റെ പൊരുൾ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ദിസ് ഇസ് ദ റിസൾട്ട്. ഇപ്പോൾ പോക്കിമോൻ എന്ന് പറയുന്നത് ഡേഞ്ചറസ് അല്ലെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ആ പോക്കിമോൻ എന്നുള്ള വേർഡ് പോക്കറ്റ് മോൺസ്റ്റർ എന്നതിൽ നിന്ന് വന്നത്. പോക്കറ്റിൽ കൊണ്ടുനടക്കാവുന്ന കുട്ടിഭൂതം, അതാണ് ആ പേരിട്ടിരിക്കുന്നത്. പല രീതിയിൽ അതിനെടുക്കാം. ഞാൻ പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഇത് നമ്മുടെ വീട്ടിൽ സാത്താൻ കയറരുത്. എന്തെല്ലാം ഒഴിവാക്കാമോ അതെല്ലാം ഒഴിവാക്കുക. പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല ഞാൻ ചോദിക്കട്ടെ, എത്രയോ നല്ല സൂപ്പർ ബൈബിൾ സ്റ്റോറീസിൻ്റെ കാർട്ടൂണുകളുണ്ട്. അതെ, ഇല്ലേ? നമ്മൾ തന്നെ നമ്മുടെ വണ്ടർ കിഡ്സിന് ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കാറുണ്ട്. എത്രയോ നല്ല ഫിലിമുകളുണ്ട്, ബിബ്ലിക്കൽ വാല്യൂ ഉള്ള, മോറൽ ലെസൺസ് ഉള്ള സൂപ്പർ, ഇല്ലേ? അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലേ കൊടുത്ത് പഠിപ്പിക്കണ്ടേ? ഇങ്ങനെയുള്ളത് ഒഴിവാക്കാൻ അല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കും, കാഡ്ബറി കൊടുക്കും, പിന്നെ എന്തൊക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു അമ്മമാർ? നല്ല നല്ല കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കും, ഫുഡുണ്ട്, സെറിലാക്ക് പോലുള്ള അതെല്ലാം കൊടുക്കും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ചീത്ത എന്തെങ്കിലും ചെളിയോ അഴുക്കോ വിഷമോ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുക്കൂ? ഈ ശരീരത്തിന് വിവേചിച്ച് ഭക്ഷണം കൊടുക്കാൻ അറിയാമെങ്കിൽ മനസ്സിനും ആത്മാവിനും വിവേചിച്ച് ആ ഇൻടേക്ക് എന്താണെന്ന് നോക്കി കൊടുക്കണ്ടേ? എന്ത് പുസ്തകം വായിക്കുന്നു, എന്ത് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു,
എന്ത് വീഡിയോ കാണുന്നു, ഇതുള്ളത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊരു ഓപ്പൺ ഡോറാണ് പല കുടുംബങ്ങളിലും. അതിലൂടെ സതാൻ കുടുംബങ്ങളിലേക്ക് കയറുന്നു. വെളിപ്പാട് പുസ്തകം 21:8 വായിക്കാമോ? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. ഭീരുക്കൾ പറയുന്നുണ്ട്, അവിശ്വാസികൾ പറയുന്നുണ്ട്, പിന്നെ മൂന്നാമത്തെ എന്താ? അറയ്ക്കപ്പെട്ടവർ പറയുന്നുണ്ട്, മർഡറേഴ്സ് പറയുന്നുണ്ട്, സെക്ഷലി മോറൽ പറയുന്നുണ്ട്, പറഞ്ഞിരിക്കുന്നതാണ് ദോസ് ഹു പ്രാക്ടീസ് മാജിക് ആർട്സ്. ഈ ഒറ്റ കാറ്റഗറി, ഒറ്റ അംബ്രലയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതിൻ്റെ അടുത്ത മുകളിലോട്ടുള്ള തലങ്ങളിൽ പലതും കിടക്കുകയാണ്. എന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങാൻ കാരണം അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടത്. പല കുഞ്ഞുങ്ങളും അനുസരണം എന്താ, അതിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. എന്താണ് അനുസരണം കുഞ്ഞുങ്ങൾക്കറിയില്ല. പാരൻസിനോടൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടാൽ നമുക്ക് നോക്കി നിൽക്കാൻ സാധ്യമല്ല. എത്രയോ പേരുടെ ഓഡിയോ മെസ്സേജുകൾ കണ്ണുനീരോടെ അമ്മമാരുടെയൊക്കെ എനിക്ക് ലഭിക്കും. അവർ പറയുന്നു, ബ്രദറെ, രാത്രിയായാലും പകലായാലും അവൻ ആരെയും അനുസരിക്കുന്നില്ല, അവൻ മൊബൈലുമായിട്ടിരിക്കുവാണ്. പൈശാചിക അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് കുടുംബത്തിനകത്ത്. ഇവിടെ പറയുന്നത് ദോസ് ഹു പ്രാക്ടീസ് മാജിക് ആർട്സ്, ഐഡോലാറ്റേഴ്സ്, അത് നമ്മൾ കൈകാര്യം ചെയ്തു. ആൻഡ് ഓൾ ലയേഴ്സ് ദേ വിൽ ബി കൺസൈൻഡ് ടു ദ ഫയറി ലേക്ക് ഓഫ് ബേണിംഗ് സൾഫർ. ദിസ് ഈസ് ദ സെക്കൻഡ് ഡെത്ത്. അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് പോയി സെക്കൻഡ് ഡെത്ത് എന്ന് വെച്ചാൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആത്മാക്കളെ പിശാച് വിലക്ക് വാങ്ങുകയാണ്. ഓർക്കണം, യേശു കർത്താവ് ചോര നൽകി നമ്മളെ വിലക്ക് വാങ്ങിയതാണ്. എന്നാൽ ഇതിന് വഴിപ്പെടാതെ പോകുന്നവർ ചെന്ന് വീഴുന്നത് ഈ തീപ്പൊയ്കയിലാണ്. ദോസ് ഹു പ്രാക്ടീസ് മാജിക് ആർട്സ്. മറ്റു ചില വചനങ്ങൾ കൂടെ നമുക്കൊന്ന് വായിക്കേണ്ട ആവശ്യമുണ്ട്. ആക്സ് 13, അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 9 മുതൽ 11 വരെ. ആക്സ് 13:9-11. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വന്നു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇതൊരു സോഴ്സർ, ഒരു ഫാൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകനായി ക്ഷുദ്രം ചെയ്ത് ആഭിചാരം ചെയ്ത് നടന്ന് ഒത്തിരി പേരുടെ വിശ്വാസത്തെ മറിച്ചു കളഞ്ഞൊരു മനുഷ്യന്, എലിമാസ് എന്ന പേരുള്ള ഒരു മനുഷ്യന് കൊടുത്ത ശിക്ഷാവിധിയാണ്. അവൻ്റെ കണ്ണ് കുരുടായിപ്പോയി. എന്നിട്ട് തിമിരം, കണ്ണ് മുഴുവൻ കുരുടായിട്ട് മറ്റുള്ളവർ അവനെ പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള അവിടെ കാണുന്നത്. പൈശാചിക ശക്തികളിലേക്ക് തിരിയുന്ന കുഞ്ഞുങ്ങൾ തുടങ്ങി മുകളിലോട്ട് പൈശാചിക ശക്തിയിലെ ഇൻഫ്ലുവൻസിലേക്ക് പോകുന്ന എല്ലാവരും എവിടെ ചെന്നുപെടും? ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള പാറ്റേണുകളും കോമിക്കുകളും വീഡിയോകളും ഒക്കെ ആയിട്ട് പോകുന്നു, കാർട്ടൂണുകളൊക്കെ ആയിട്ട്. അടുത്ത ആളുകൾ അതിൻ്റെ മുകളിലത്തെ തലമുറ ചില കൈനോട്ടം, മനസ്സിലായി, ഹൊറോസ്കോപ്പ്, എന്താണ് അതിനെന്താണ് ഹൊറോസ്കോപ്പിനെ അല്ല ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജാതകം നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ജനിക്കുമ്പോൾ തന്നെ ജാതകം എഴുതുന്ന ഒരു രീതി പലതിലുണ്ട്. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഏതോ മനുഷ്യൻ എന്തൊക്കെയോ നോക്കി എഴുതി വെക്കുന്നതാണ് ജാതകം. ആ ജാതകം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ജാതകം നോക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശ്രമമുണ്ട്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്ത് ചിലപ്പോൾ അതിന് വഴിപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ 139-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിയമിക്കപ്പെട്ട ഓരോ നാളുകളും വരുന്നതിന് മുൻപ് തന്നെ കർത്താവ് തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ശരിയായ ജാതകം എന്ന് പറയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ ആരെങ്കിലും പേപ്പറിലോ താളിയോലയിലോ എഴുതുന്നതല്ല ജാതകം. കർത്താവാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സേറ്റൻ വർഷിപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പോയി ഇന്ന് നിരവധി ആളുകൾ, ഈവൻ ബിസിനസ്സുകാർ പോലും സാത്താനെ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമായ അല്ലാതെയോ വർഷിപ്പ് ചെയ്യുന്ന അതിൻ്റെ പിന്നക്കളിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. ഫ്രീ മേസൺറി പോലെയുള്ള വർക്കുകൾ, സേറ്റൻ വർഷിപ്പ് ഒത്തിരി ഉണ്ട്. അതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. പലതിലൂടെ ബിസിനസ്സുകാർ ഒത്തിരി ഇത് അട്രാക്ട് ചെയ്യാറുണ്ട്. നല്ല ബിസിനസ് കിട്ടുമെന്ന് ഇതിനൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന കുറേ നല്ല വശങ്ങളും കാണും. അതിൽപ്പെട്ട് അടുത്ത ലെവലുകളിലേക്ക് ചെന്ന് അവരുടെ സോൾ ആൻഡ് സ്പിരിറ്റ് പിശാചിൻ്റെ സ്വന്തമായി മാറും.
ഇതവരറിയില്ല. കാരണം ചില സൈറ്റനിക് കവൻറ്റുകൾ ഇവരെടുക്കേണ്ടി വരും. അങ്ങനെ ഇവർ സാത്താനെ നേരിട്ട് ആരാധിക്കുന്ന, ലൂസിഫറിനെ ആരാധിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ പിശാച് കൊണ്ടുപോകും. പക്ഷെ അതിൻ്റെ ഡെസ്റ്റിനിയാണ് നമ്മൾ കണ്ടത്. എന്താണ് കണ്ടത്? They will be thrown to the fiery lake of burning sulfur. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലേക്ക് അവരെ കൊണ്ടുപോയിടും. കാരണം സാത്താൻ്റെ ഡെസ്റ്റിനേഷൻ അതാണ്, ഡെസ്റ്റിനി അതാണ്. അവിടെ കൊണ്ടുപോയി ഇടുന്നത് വരെ ഇതിങ്ങനെ പതുക്കെ ഗ്രാജുവലി കൊണ്ടുപോകും. ഇതൊക്കെ നടക്കുമ്പോഴും ചിലപ്പോൾ ക്രിസ്തീയമായ പ്രാർത്ഥനകളിലും അതിലും ഇതിലൊക്കെ പെരിഫറലി ഇവരൊക്കെ ഇങ്ങനെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ ആത്മാവ് വെൽക്കപ്പെട്ട് കഴിഞ്ഞു. അവരുടെ ആത്മാവ് ഓൾറെഡി വിറ്റുപോയി സാത്താൻ. ഇത് വരാതിരിക്കാനാണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായി വളരെ ശക്തമായി ഞാനിത് വചനമെടുത്ത് തെളിയിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1-2 വചനങ്ങൾ കൂടെ ഒന്ന് എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല 1-2 വചനങ്ങൾ കൂടെ തരാം. ഓ മൈ ജീസസ്. ഡാനിയൽ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 20. ഡാനിയൽ 1:20. അവിടെ നമ്മൾ കാണുന്ന മെജീഷ്യൻസ് ആൻഡ് എൻചാൻറ്റേഴ്സ്, അതിനെക്കുറിച്ച് അവിടെ പരാമർശമുണ്ട്. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ഇതിപ്പോൾ ഈ ഡാനിയേലും ആ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബാച്ച് ഓഫ് മജീഷ്യൻസും എൻചാൻറ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഡാനിയേലിനെയും കൂടെ ഉള്ളവരെ എന്ത് ചെയ്തു? അതിനേക്കാൾ വലിയ ശ്രേഷ്ഠമായ ജ്ഞാനം കൊണ്ട് കർത്താവ് നിറച്ചു. അപ്പം നമുക്ക് എന്താണ് ആവശ്യം? പിശാച് തൻ്റെ അഭിഷേകത്തെ അല്ലെങ്കിൽ തൻ്റെതായ രീതിയിൽ പലരെയും ഇങ്ങനെ കരിപ്പിടിപ്പിച്ച് ഒരു ഭാഗത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനപ്പുറത്തൊരു ജ്ഞാനവും അഭിഷേകവുമായി ഒരു തലമുറ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളടക്കം സകലരെയും രക്ഷിക്കുവാൻ, ദൈവത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നെഞ്ചിലൊന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആ ഡോർ ഇപ്പം അങ്ങ് അടച്ചു കളയാം. ആർ യു റെഡി? ഈ പൈശാചികമായ ഈ ഓക്കൾട്ടിക് പ്രാക്ടീസുകളിലൂടെയും പൈശാചിക ഇൻഫ്ലുവൻസിലൂടെയും വരുന്ന ആ വലിയ ഡിസ്ട്രക്ഷനെ നമ്മളിന്ന് നിരോധിക്കാൻ പോവുകയാണ്. കൈവച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പറയാം, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സകലവിധ പൈശാചികമായ പ്രവർത്തനങ്ങളെയും ഞാനിപ്പോൾ നിരോധിക്കുന്നു. അവയ്ക്കൊന്നും ഒരിക്കലും എന്നിലേക്കോ എന്റെ ഭവനത്തിലേക്കോ വരുവാൻ അധികാരമില്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വചനപ്രകാരം കുഞ്ഞാടിന്റെ രക്തത്താൽ പൈശാചിക ശക്തികളെ ഞാനിപ്പോൾ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഈ പ്രാർത്ഥന കേട്ട എല്ലാവരെയും ഭയങ്കരമായി അനുഗ്രഹിക്കട്ടെ. ഒത്തിരി വചനങ്ങൾ ഈ 2-3 ദിവസങ്ങൾ ഈ മേഖലയിൽ ഞാൻ തന്നു. അത് വീണ്ടും ആവർത്തിച്ച് വായിക്കുക, പഠിക്കുക. ഒരുപക്ഷെ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ എനിക്ക് എഴുതാം. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ എപ്പിസോഡുകളിൽ നമുക്ക് അത് ഉത്തരമായി കിട്ടുന്നതാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് എല്ലാവർക്കും മാറട്ടെ.